നമ്മള് ഓൾമോസ്റ്റ് എത്തി. 1 കിലോമീറ്റർ പക്ഷെ തോന്നിയത്. വയലേറ്റർ ട്രസ്പാസിംഗ് പ്രോഹിബിറ്റഡ് അണ്ടർ സെക്ഷൻ. ഇതിൽ കയറാൻ പാടില്ലേ? ഈ രാമക്കൽ മേളിൽ കാണാൻ പറ്റിയ സ്ഥലമാണ് രാമക്കൽ. എന്നിട്ട് ആമപ്പാറ വ്യൂ പോയിന്റ് സ്റ്റാച്യു. ഇപ്പം നമ്മളവിടെ പോയി ഇനി നമ്മൾ ഇവിടേക്ക് പോകുന്നു. 1 കിലോമീറ്റർ വാക്കിംഗ്. ഈ വഴിയാണ് നടന്നു പോകേണ്ടത്. ഇപ്പം രാമക്കൽ കല്ലിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇതിൽ 500 രൂപ ഫൈൻ. എന്തിനാണ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ? വയലേറ്റർ ട്രസ്പാസിംഗ് പ്രോഹിബിറ്റഡ് അണ്ടർ സെക്ഷൻ. ഇതിൽ കയറാൻ പാടില്ലേ? ഈ വഴിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ചോദിച്ചു കിട്ടാ വഴി ഇത് തന്നെയാണ്. ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ ഒന്നും ഇല്ലടി. ഇവിടെ ആനയൊന്നും ഇല്ല. ഇവിടെ പുല്ലുപോലില്ല ആന വരാൻ. ആന ഡെൻസ് ഫോറസ്റ്റിൽ താമസിക്കുള്ളൂ. ഓ നല്ല കാട്ടിക്കൂടെ പോണ ഫീൽ ഉണ്ടല്ലേ. ഞാൻ ചോദിച്ചാ ചേച്ചി പറഞ്ഞപ്പേ അങ്ങനെയല്ല, കാറ് കുറച്ച് പോവും കഴിഞ്ഞിട്ട് നടക്കാം. ഇത് സ്റ്റാർട്ടിങ് തൊട്ട് കാറ് പോവില്ല, മനസ്സിലാവല്ലോ. ഓ വേസ്റ്റ് ഇടാൻ പാടാന്നോട്ട് ശിക്ഷാറന്നോട്ട് വേസ്റ്റ് വെക്കി. കണ്ടാ പിടിച്ച ആ പിടിക്കുന്ന ആൾക്കാര് 100 കൊടുക്കും. ഇതാണ് വഴി. എന്നിട്ട് വേണ്ടേ വെള്ളം കുടിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്നൊന്നും ഈ വഴിയില്ല, വേറെ വഴിക്ക്. ഇതേ ഇതൊക്കെ കാട്ടിക്കിടക്ക് ഞാൻ പോയിടാണോ കേറിട്ടില്ല. അതിൻ്റെ അടി വന്നിട്ട് ട്രക്കിങ് ഉണ്ടെന്ന് പറഞ്ഞു വണ്ടിക്ക് പോവാൻ. ഞങ്ങൾ പോയില്ലാന്നോ. പക്ഷേ ഇതൊക്കെ മലയുടെ മുകളിൽ കയറിയില്ല. ഷൂ ഇത് ബ്ലാക്ക് ആവോ വൈറ്റ് ആവോ എന്നൊക്കെ കാണാം. ഓ ഇത് ഫോറസ്റ്റ്. ഈ എന്തൊരു കൊക്ക നൈസ്. നേരെ നടക്ക്. ഇത് സിമ്പിൾ സാധാ വഴിയല്ലേ. ഓ ഇത് ഇങ്ങനത്തെ വിചാരിച്ചില്ലാട്ടോ. ഫുൾ കുനിഞ്ഞ് നടക്കണം. 6 പാക്ക് ആവും. വി ആർ കൺഫ്യൂസ്ഡ്. ഇവിടെ ഇങ്ങനൊരു വഴിയുണ്ട്, ഡിറ്റ് ഇങ്ങനൊരു വഴിയുണ്ട്. ഡിറ്റ് ഈസി വഴി എടുക്കുന്നത്. ഈ വഴി പോകാൻ പേടിയായിട്ട് പോക്ക്. എനിക്ക് പേടിയാ. ഞാൻ പോയത് നീ വിളിക്കുമ്പോ പേടിയായില്ലേ? ഫ്രണ്ട് നടന്നോ കൂട്ടത്തില്. ഇതാണ് വഴി. ചണ്ടി കേറ്. ഇതിക്കൂടെ കേറ്. ഇത്ര വലിയ വഴി ഉണ്ടായിട്ട് അതാ വഴി. ഡിറ്റാണ്ട് ഈ സ്ഥലത്ത് പോവാന്ന് പറഞ്ഞ ഞാനല്ല. ഡിറ്റ് ഇതിൽ കൂടെ കയറാതെ. ഇത് വെള്ളമുറ വഴിയാ. എങ്ങനെ ഡിറ്റ് അവിടെ കുന്നാണ് ഭയങ്കര സ്റ്റീപ്പാ. ഇതാണ് ഈസി. ഇങ്ങനെ കേറി ഇങ്ങനെ കേറി. ഡിറ്റ കേറോ. ഡിറ്റ ഒരു ട്രെയിനറല്ലേ. കൈയൊന്നും തൊടേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ കയറ്റല്ലേ. ഞാൻ പേടിക്കാണ്ട് സിമ്പിളായിട്ട് കയറുതേണ്ട. റെക്കോർഡ് ചെയ്തിട്ട് താഴെ നോക്കി നടക്കണണ്ട. ഡിറ്റ ഇത് അടുത്ത കയറ്റം. ഇതന്നെയാണ് വഴി. 1 കിലോമീറ്റർ ഡിറ്റ വയ്യാണ്ടാവട്ടോ. മറ്റേ മലയാറ്റൂർ കയറിയ പോലെയല്ല. ചൂടൊന്നുമില്ല, രസമുണ്ട്, വൈബുണ്ട്. അപ്പൊ ഇനി മുകളിൽ പോയിട്ട് വീടുക. അത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇനി മുകളിൽ എത്തിയിട്ട് എടുക്കാം. ഇതാണ് ഫുൾ വൈബ്. ഇങ്ങനെ കയറ്റാം, ഒരു കുറവുമില്ല. ഇതും കണ്ടോ ഇങ്ങനെ താഴേക്ക്. നമ്മൾ മുകളെത്തോ? നമ്മളിപ്പോ എന്തോരം മീറ്റർ നടന്നുണ്ടാവും. വയ്യാണ്ടേ. ആ സ്ഥലമൊക്കെ എന്തോരം ദേടി. അതിന്റെ വഴി ഇവിടെ അടി, അപ്പുറത്തല്ല. ഇവിടുന്നൊക്കെ ഇറങ്ങി ഭയങ്കര പ്രാന്താവല്ലേ. നമ്മളവിടെ ആയിരുന്നു നേരത്തെ, ഇപ്പൊ ഇവിടെ. അയ്യോ ചാവും. നല്ല വയ്യാണ്ടായിട്ടാ. ഇനി അങ്ങോട്ടോ പിന്നെ ഭയങ്കര സ്റ്റീപ്പാ. ഇപ്പൊ ആ കയറ്റുന്ന പകുതി കഴിയുന്നില്ല. നൈസ്, വെരി ഗുഡ്. ഇതിന്റെ ട്രക്കിങ് ഇഷ്ടപ്പെട്ടില്ലേ? ടോപ്പ് എത്തുമ്പോഴേക്കും വെള്ളം കുടിക്കാത്തോണ്ടേ
എനിക്കാണെങ്കിൽ ട്രൈ ആവണം. ഞാൻ എന്നിട്ട് കുടിച്ചിട്ട് ഇറങ്ങാൻ പറയാന്ന് വെച്ചാ ഞാൻ ഇച്ചിരി കുടിച്ചിട്ടുണ്ട്. മൂത്രമൊക്കെ പോവാ ഡെറ്റ് വയ്യാണ്ടായാ ഫസ്റ്റ് എടുക്കുന്നതാണ് ഇത്. ശരിക്കും ഇതിക്കൂടൊക്കെ നടന്ന് അവിടെ നിൽക്കുമ്പോൾ വലിയ വ്യൂ പോയിന്റ് ഉണ്ട്. ഇഷ്ടായി? ഭയങ്കര ഒരു ആഗ്രഹം നടന്നു. ഏത് ട്രക്കിങ്? ഇങ്ങനെ മല കയറാന്നുള്ളത് പേടിയാണെങ്കിലും എനിക്ക് കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മള് ഇവിടുന്നൊരു പാരാഗ്ലൈഡിങ് അത് വേണ്ട, അത് ഇഷ്ടമില്ല. ചാടായിരുന്നു ഇറങ്ങണ്ടേ? അപ്പൊ അപ്പുറത്തെ മലയും പോയിരിക്കും. അതാ പോവാൻ. ഇനി നമുക്ക് എത്തേണ്ടത് ആ ടോപ്പ്. കണ്ടിട്ട് കുറച്ചുള്ളൂ തോന്നുന്നു അല്ലേ? സ്റ്റാർട്ടിങ്ങിന് മാത്രമുള്ള നിറച്ച് മരങ്ങൾ, ഇവിടെ പിന്നെ ഒന്നുമില്ല അല്ലേ? മറ്റേതാ എനിക്കിഷ്ടേ കാട്ടിക്കട. ഇവിടെ ആൾക്കാർ വളരെ കുറവാണെന്ന് തോന്നുട്ടാ. അത് ഓഫ് സീസൺ ആയതുകൊണ്ടാ. മഴക്കാലം ആയതുകൊണ്ട് എല്ലായിടത്തും മഴയുണ്ട്. അത് ഇറങ്ങിയിട്ടില്ല, നമ്മൾ മാത്രം കണ്ടിരുന്നാ. അത് ഇവിടെ ഇരുന്നില്ലേ? അതെ, ആൾക്കാർ കയറി കാണാം. അതെ, ആൾക്കാരുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാലുകൾ ഓടുന്നല്ലേ? ഈ സൈഡല്ലേ? ഈ സൈഡ് ഭയങ്കര ദൂരം. നമുക്കവിടെ 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടായുള്ളൂ. ഇത് 15-20 മിനിറ്റ് പോവും. നിങ്ങൾ സ്റ്റാച്യൂക്ക് വരികയാണെങ്കിൽ മെയിൻ ഗേറ്റിൽ കൂടെ വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ട്, മണ്ണിട്ട വഴി. അതാണ് എളുപ്പം. ഗോട്ടൈറ്റ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ വേറൊരു കല്ലുണ്ട്. ഇങ്ങനെ നടന്ന ആ കല്ലിലേക്ക് പോവാം. ഇത് തമിഴ്നാടാണെന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കും ഇത്ര ലാൻഡ് ഏരിയ തമിഴ്നാട്. ഓ, ആ മലയ്ക്ക് ഇത് കാണുമ്പോൾ ആർക്കും ഒരു പാരാഗ്ലൈഡിങ് ചെയ്യാൻ തോന്നുന്നു. ആ മലയ്ക്ക് നൈസല്ലേ? നൈസ് വ്യൂ കേട്ടാ, അടിപൊളിയുണ്ട്. ഇനി നമുക്ക് കയറേണ്ടത് ആ മലയ്ക്ക്. ഇതിപ്പോൾ ഇവിടെ ഇറങ്ങി ഇവിടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവിടെ നിന്ന് വ്യൂ ഇല്ലിക്കല് ഇങ്ങനെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഈ സെയിം സാധനം തന്നെ. നൈസ്. അവിടെ കുഞ്ഞു പിള്ളേരെ ഒച്ചയ്ക്ക് വേണമൊക്കെ കേൾക്കണ്ടല്ലോ. ഓ നൈസ് കേട്ടാ. ഇതാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതിട്ട് അങ്ങനെ അധികം പോകണ്ട. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. 1 കിലോമീറ്റർ പക്ഷെ തോന്നിയില്ലല്ലോ. ഇതാണ് കൊക്ക. ഇവിടെ നിന്ന് ഒരു പാരഗ്ലൈഡ് സൂപ്പർ ഇങ്ങനെ പറഞ്ഞു വേറെ നാട്ടിൽ നമ്മൾ എത്തും. സൂപ്പർ സടാ. വ്യൂ ഒക്കെ എന്തും പറയാനില്ല കേട്ടാ. നല്ല ദൂരം ഉണ്ടോ? അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. ഇത് ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഇനി ഇവിടെ കുറേ പേര് വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇനി ഇങ്ങോട്ട് കയറി മഴ പെയ്യണ പോലെ കയറ്. ചണ്ടി കയറ്. എന്റെ ചണ്ടി വേഗം കയറി. ഇത് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. മഴ പെയ്യണ മുന്നേ പോ. ഒരു കൊച്ചൊച്ചയും ഉണ്ടാക്കുമ്പോ ചെക്ക വന്നില്ല. നല്ല മഴ, പൊടിക്കാറ്റ്. അടിപൊളി സ്ഥലല്ലേ? അടുത്ത ഷോർട്സ് എടുക്കാൻ പറ്റിയ സ്ഥലം. ഒന്നും പറയാനില്ല. ഇത് കുറച്ചാലും ഇത് ബാനാവും. ഇതിൽ കൂടെ ഇറങ്ങി പോണ്ടെന്നു. ഇങ്ങനെ കാണുമ്പോ ഓരോരുത്തർ ഇറങ്ങി പോകും. അപ്പോഴാണ് ഇവിടെ ഡാം ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്. ശരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കാം. ആ വെള്ളച്ചാട്ടമൊക്കെ നോക്കി റിലാക്സ് ചെയ്തിരിക്കാം. പക്ഷെ ഈ ട്രക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊന്നുമില്ല. വലിയ സ്റ്റാർട്ടിങ് ആണ് കുറച്ച് പേടിയില്ല. ഇത് ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ, പെണ്ണുങ്ങളൊക്കെ എന്തോരല്ലേ, കുഞ്ഞു പിള്ളേരുണ്ട്. ആദ്യം നമ്മൾ കയറുമ്പോൾ ഒരു മനുഷ്യരില്ല. കയറാൻ പറ്റുമോ, വഴിയും തെറ്റാ, കാട്, ഇത് പട്ടി ഉണ്ടാവുക, പാമ്പുണ്ടാവുക. ഇത് നൈസ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനത്തെ ഏരിയയാണ്, വെക്കൻ്റ് ഏരിയ പോലത്തെ സ്ഥലങ്ങളാണ്. പിന്നെ ഇത് ഇവിടെ ഇരുന്നിട്ട് 1 അരമണിക്കൂർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ പൊളിയാണ്. മൈൻഡ് റിഫ്രഷ് ചെയ്യും. എന്നിട്ട് റിഫ്രഷ് ചെയ്താ ഇനി ഇതിന്റെ മുകളിൽ കയറിയിരിക്കുകയാണെങ്കിൽ വേറെ തന്നെ വൈബായിരിക്കും. ഡേഞ്ചറാ. ഇതുപോലെ തന്നെ എല്ലാ അപ്പുറത്തെ സൈഡും നമ്മൾ കാണില്ല എന്നുള്ളു. മനസ്സിലായ? ഇത് ഇവിടുന്ന് വീണാൽ അങ്ങോട്ട് പോയി. സെയിം തന്നെയാ.
പക്ഷെ ഇത് വീഴാൻ നമ്മളിപ്പോ ഒന്നിനും തല ഇറങ്ങണം അല്ലെങ്കിൽ അങ്ങോട്ട് ഓടണം, അല്ലാണ്ട് വീഴാൻ ചാൻസ് ഇല്ല. ഇത് ഇതിന്റെ നടയിൽ കൂടെ പോയാൽ മതി. തല കറങ്ങണമെങ്കിൽ അപ്പൊ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ദേ പോയി ഇതാ വന്ന്. അതേതാ വെള്ളച്ചാട്ടം? കാട്ടിലായിരിക്കും. അത് നല്ല കാട്ടില, ഒരു വീടും ഒന്നുമില്ല, ഫുൾ ഗ്രീനറി. ശരിക്ക് ക്യാമറയിലാളും ഭംഗി നേരിട്ട് കാണുന്നുണ്ടാ, ഒന്നും പറയാനില്ല. ശരിക്കും അവിടെ കൈലാസത്തിൽ നല്ല ഫോഗില്ലേ, നല്ല ഫോഗ്, നല്ല മല, ഇവിടെ നല്ല മല. എന്റെ ഫോൺ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഒരു ചെറിയൊരു പൊടിമഴ പെയ്തതേ, വാട്ടർ ഡ്രോപ്സ്, ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്സ്. ഡേറ്റ ലൈവ് ഇടുന്നു, ഒരാൾ പോലും ഇല്ല കാണാൻ. വരും. ഇനി നമ്മൾ പോവുകയാണ്. മഴ മാറിയിട്ട് ഭയത്തിന് അതേ ആൾക്കാർ കൊടടുക്കായിരുന്നു കേട്ടാ. ഈ വ്യൂ തന്നെ അടിക്ക് വേണ്ട, അവിടെ ഡേഞ്ചറസ്. അപ്പോൾ ടാറ്റ പറഞ്ഞ ടാറ്റ ബൈ ചെയ്യാ. നമ്മൾ വന്നത് ഈ വഴിയാണ്, നമ്മൾ റിട്ടേൺ പോകുന്നത് ഈ വഴിയാണ്. ഇത് ഡേഞ്ചറസ് ആണോ ചീത്തയാണോ നല്ലതാണോ എന്ന് പറയാം. അന്ന വഴി ഡേഞ്ചറസ് ആണ്, പക്ഷെ രസമുണ്ടായിരുന്നു. വലിയ ഡേഞ്ചറസ് അല്ല, അവിടെ തന്നെ എത്തും. അവര് വേറെ റൈറ്റിക്ക് എടുത്തു, ഞാൻ ഈ സൈഡിലേക്ക് എടുത്തു ഈ വ്യൂ കിട്ടാൻ വേണ്ടി. മറ്റേ കുറച്ച് അപ്പുറ സൈഡിലേക്ക് പോകും. ഓക്കെ, നമ്മളങ്ങനെ വന്നേ, നമ്മളിങ്ങനെ പോണം. അതിക്കൂടെ വന്നിട്ട് മനസ്സിലായാ? അതിക്കൂടെ നമ്മൾ അങ്ങനെ വന്നേ. ചണ്ടി ചെയ്ത് ആ വ്യൂ പോയിന്റ് കാണണമെന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടാ? നീക്ക് നടക്കാൻ ചേരാ. ഇതേ അതിന് വഴി പോകണ്ട. അതായത് ആ ഒരു വ്യൂ ഉണ്ട്, അവിടെ നിക്കാം ഇരിക്കാം. കയറ്റില്ലാത്തവരും കാണൂല. നോക്ക് ഇപ്പൊ ഡീറ്റ ചമ്മു. നമ്മളവിടെ നിന്ന് അവർ ഈ വഴി കൂടെ ഇറങ്ങിപ്പോയി. എന്താ കറക്റ്റ് ബാടി ചണ്ടി.